പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി സ്വീകരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വേദഭാഗം ആധാരമാക്കി നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ അവസരം നൽകുകയാണ്. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ചിന്ത രൂപീകരിക്കപ്പെടുന്നത്. തങ്ങളുടെ മുൻപിൽ വെച്ചിരുന്ന ഓട്ടത്തെ സ്ഥിരതയോടെ ഓടുവാൻ സഹായിക്കുന്നതിനായി എബ്രായ ലേഖനകർത്താവ് കൂട്ടുവിശ്വാസികളുടെ സാക്ഷികളുടെ മേഘത്തിങ്കിലേക്ക് ആകർഷിക്കുന്നത് പോലെ പീഡനകാലത്ത് ധൈര്യത്തോടും ദൈവാശ്രയത്തോടും പ്രവർത്തിച്ച യഹൂദ വിശ്വാസികൾക്ക് മാതൃകയായി തീർന്ന ദാനിയേലിന്റെ ചരിത്രം ഗ്രന്ഥകാരൻ വായനക്കാരുടെ സ്മൃതിപഥത്തിൽ കൊണ്ടുവരുന്നു. വിഗ്രഹാർപ്പിതമായ ഭക്ഷണം വെടിഞ്ഞതിൽ ദാനിയേൽ പ്രദർശിപ്പിച്ച ധൈര്യവും ത്യാഗവും മതതീഷ്ണതയും 1-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു. യഹോവയോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ള നിഷ്ഠമൂലം ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിൽ എറിയപ്പെട്ടെങ്കിലും അത്ഭുതകരമായ വിധത്തിൽ ദൈവം അവനെ വിടുവിച്ച വിവരം 6-ാം അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. ഇന്നത്തെ ഭാഗത്ത് തീച്ചൂളയിലുള്ള മരണം പോലും ലവലേശം ഭയപ്പെടാതെ ദാനിയേൽ രാജകൽപ്പന ലംഘിക്കേണ്ടി വന്നാലും ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന തത്വം പ്രഖ്യാപനം ചെയ്യുന്നതായി കാണുന്നു. ധൈര്യം വിശ്വാസത്തിൽ നിന്നത്രേ ഉത്ഭവിക്കുന്നത്. ദൈവത്തിന്റെ പ്രാപ്തിയിൽ ദാനിയേലിന് പരിപൂർണ വിശ്വാസമുണ്ടായിരുന്നു. ദൈവം അവനെയും കൂട്ടുകാരെയും തീച്ചൂളയിൽ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ തന്നെയും സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ലെന്ന് അവൻ തീരുമാനിക്കുന്നതിൽ നിന്ന് തന്റെ ആശ്രയവും അനുസരണവും എത്ര വലുത് എന്ന് നമുക്ക് ഗ്രഹിക്കാം. ചിന്തയ്ക്കും അറിവിനും നിലയില്ലാത്ത ആഴത്തിൽ അകപ്പെടുമ്പോൾ ആശ്രയ ജീവിതം മാത്രമാണ് വിശ്വാസിയെ നിലനിർത്തുന്നത്. ദൈവഹിതത്തിന് പരിപൂർണമായി കീഴ്പ്പെടുത്തി കൊടുത്തെങ്കിൽ മാത്രമേ തോൽപ്പിക്കപ്പെടാത്ത വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവമക്കളെ, അഗ്നിച്ചൂളയിൽ വീണ 3 പേരുടെ മധ്യത്തിൽ വന്ന് അവരുടെ ബന്ധനമഴിച്ച് അഗ്നിയെ ശൈത്യപ്പെടുത്തിയ ദൈവപുത്രൻ ദർശനത്തിലല്ല യഥാർത്ഥത്തിൽ തന്നെ ഇന്ന് ജീവിക്കുന്നു. എനിക്ക് ഓരോവിധ അഗ്നിശോധനകൾ നേരിടുമ്പോൾ ഈ സംഗതി ഞാൻ മറന്നുപോകുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഒരു നിമിഷം നമ്മൾ എടുക്കുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതയാമത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുന്ന് തന്ന ഈ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി നന്ദി പറയുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. തീച്ചൂളയിൽ 4-മനായി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ ഞങ്ങളോടൊപ്പം ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. അഗ്നിശോധനയിലും ഞങ്ങൾക്ക് സഖിയായി അവിടുന്ന് ഞങ്ങളോട് കൂടെയുള്ളതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് എത്ര നല്ലവരെന്ന് ജീവിതത്തിൽ വീണ്ടും രുചിച്ചറിയുവാൻ ലഭിക്കുന്ന സമയങ്ങൾക്കായി സാവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ തന്നെ അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് താഴ്ത്തിത്തരുന്നു. അവിടുത്തെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തീയിലും വെള്ളത്തിലും സഞ്ചരിക്കുന്ന കർത്താവാണല്ലോ അവിടുന്ന്. കർത്താവെ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞാൻ അറിയുന്നു. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ആലോചനകൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നവരെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ഇരിക്കണം, ബലപ്പെടുത്തണം. അവിടുത്തെ നാമം സകലത്തിലും മഹത്വം കൊടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ